എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് കൂൺ കൃഷിയെ കുറിച്ച് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു വീഡിയോയിൽ മാത്രമേ നമ്മളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നാലും എല്ലാ ദിവസവും ഇങ്ങനെ കൂൺ കൃഷിനെ കുറിച്ച് ഓരോ സംശയങ്ങളും ചോദിച്ച് നമുക്ക് ഫോൺ വരുന്നുണ്ട്. പിന്നെ കൂൺ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം, അതെങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഓരോ തവണയും ഓരോരുത്തരും വിളിക്കുമ്പോഴും ഇങ്ങനെയാണ് ചോദ്യം, എന്തൊക്കെ വേണം, അതെങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഏകദേശം ഞാൻ ഒരു അരമണിക്കൂറോളം ഫോൺ വിളിക്കുന്ന ഒരാളോട് എന്തായാലും ഞാൻ സംസാരിക്കും. അപ്പൊ എനിക്ക് തോന്നി എന്നാൽ പിന്നെ കൂൺ കൃഷിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അതിനെന്തൊക്കെ വേണം എന്നുള്ളൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അപ്പോ ഒന്നില്ലെങ്കിൽ എല്ലാവരും നമ്മളെ ആരെങ്കിനെയൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ട്രെയിനിങ്ങിന് വരുമെന്ന്. അപ്പോൾ നമ്മള് ചിലവരെ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും അവര് സംശയത്തിന് മറുപടി തരില്ല. അവര് പറയും ട്രെയിനിങ്ങിന് വാന്ന് പറയും. അപ്പൊ നമുക്ക് ട്രെയിനിങ്ങിന് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും നമ്മളുടെ സംശയത്തിന് ചില ആൾക്കാർ മറുപടി തരാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോ ഞാൻ കൂൺ കൃഷി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഒരുപാട് പ്രതിസന്ധികളും നമ്മൾ നേരിട്ടിട്ടാണ് ഇപ്പോ നമ്മൾ ചെയ്യുന്ന ഒരു ബെഡും കേടാവാത്ത രീതിയിൽ നമ്മളുടെ കൂൺ കൃഷിയിലേക്ക് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും നമുക്കൊന്ന് നേരെ നിൽക്കാൻ പറ്റിയ ഒരു അവസ്ഥ എത്തിയേക്കുന്നത് ഒരുപാട് ബെഡുകൾ കേടായി പോയിട്ടാണ് നമ്മളിപ്പോ ആ ഒരു നിലയിൽ എത്തിയേക്കുന്നത്. നമ്മൾ ഒരു യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ട് അവരുടെ നമ്പറിൽ വിളിക്കുമ്പോൾ ചിലവര് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മറുപടി തരുന്നവരുണ്ട്, ചിലവര് ട്രെയിനിങ്ങിന് വരൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, ചിലവര് അവരെന്താണോ പറയുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ബോധമില്ലാത്ത രീതിയിലാണ് ചിലവര് നമുക്ക് മറുപടി തരുന്നത്. അപ്പോ എല്ലാവരും നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരില്ല. അപ്പോ ട്രെയിനിങ്ങിന് പോവാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിലും എന്നെ പോലെ ഒരുപാട് നഷ്ടങ്ങളിൽ നിന്ന് വരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ ചിലപ്പോ നഷ്ടം വരുമ്പോ ചിലവര് കൂൺ കൃഷി സക്സസ് ആവുന്നില്ല എന്ന് വിചാരിച്ച് നിർത്തി പോകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ആരും നിർത്തി പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും ഒരമ്മ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് എല്ലാം വേണം, കൂൺ കൃഷി ചെയ്യാനുള്ള എല്ലാം വേണം, ഉറി കെട്ടാൻ പോലും അറിയില്ല, ഉറി കെട്ടുന്ന വീഡിയോ ഒന്ന് ഇടുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അത് ചെറിയ കളിയാക്കി, ഇത്ര ആയിട്ട് ഉറി കെട്ടാൻ അറിയില്ലേന്ന് ചോദിച്ചു. ഒരു പ്രായമായ ഒരമ്മ. അപ്പോ ഉറി വാങ്ങാൻ കിട്ടുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉറി കെട്ടുന്ന വീഡിയോ ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതെല്ലാരും കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചേർക്കാണ്. അപ്പൊ കൂൺ കൃഷിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമ്മൾക്ക് എവിടെ വേണമെങ്കിലും കൂൺ കൃഷി ചെയ്യാം. നമ്മളുടെ വീട്ടിനകത്ത് ഒരു റൂമിലോ അല്ലെ ടെറസിന്റെ മുകളില് ഡയറക്റ്റ് വെയിൽ അടിക്കാത്ത, സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കാത്ത ഒരു സ്ഥലത്ത് നമുക്ക് മറ്റേ പച്ച നെറ്റ് ഉണ്ടല്ലോ, ആ പച്ച നെറ്റ് ചുറ്റിനും വലിച്ചു കെട്ടിയിട്ട് പ്രാണികളൊന്നും കിടക്കാത്ത രീതിയിൽ നമുക്ക് ഒരു ഷെഡ് റെഡിയാക്കാം. അപ്പൊ നമ്മൾ ഏത് കൂണിനെ കുറിച്ചൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. നമ്മൾക്ക് പെട്ടെന്ന് കിട്ടാവുന്ന വിത്തുകൾ എന്ന് വെച്ചാൽ ചിപ്പിക്കൂണിന്റെ വിത്ത് കിട്ടാനുണ്ട്, മിൽക്കി മഷ്റൂമിന്റെ വിത്ത് കിട്ടാനുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ചിപ്പിക്കൂൺ എന്ന് വെച്ചാല് നമുക്കൊരു 15 ദിവസം കഴിഞ്ഞ് ഒരു 18-20 ദിവസത്തിനുള്ളിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിപ്പിക്കൂൺ എന്ന് പറഞ്ഞാല്. അതിന് ഇത്തിരി ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറൊക്കെ നല്ല രീതിയിൽ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിപ്പിക്കൂൺ എന്ന് പറഞ്ഞാൽ. പാൽക്കൂൺ എന്ന് വെച്ചാൽ മിൽക്കി മഷ്റൂം എന്ന് പറയും. പാൽക്കൂൺ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ഏകദേശം കറക്റ്റ് ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പാൽക്കൂണിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അതിനാണെങ്കിൽ ടെമ്പറേച്ചർ ഇത്തിരി ചൂടുണ്ടേലും സാരമില്ല, നമുക്ക് അതിൽ നിന്ന് മിൽക്കി മഷ്റൂം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ ചിപ്പിക്കൂൺ അങ്ങനെയല്ല, അതിൽ ഇത്തിരി ചൂട് കൂടിയാൽ നമ്മളുടെ മിൽക്കിയിൽ ചിപ്പിക്കൂണിൽ വരുന്ന ചെറിയ ചെറിയ മുട്ടുകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ചൂടുള്ള സമയത്ത് നമ്മൾ മിൽക്കി മഷ്റൂം ചെയ്യാം എന്ന് വിചാരിക്കാം. ഇത്തിരി മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ചിപ്പിക്കൂണാണ് ഏറ്റവും നല്ലത്. അപ്പോ കൂണ് 2 തരത്തിലുള്ള കൂണുകളാണ് നമുക്ക് ഇപ്പൊ നമ്മളുടെ നാട്ടില് കൂൺ കൃഷി ചെയ്യുന്നത്. പിന്നെ ബട്ടൺ മഷ്റൂമും അങ്ങനെ കുറച്ച് മഷ്റൂംസ് വേറെ ഉണ്ട്. ഞാനിപ്പോ ചെയ്തിട്ടുള്ളതും എനിക്ക് അറിയാവുന്നതുമായിട്ടുള്ള 2 കാര്യങ്ങളാണ് ചിപ്പിക്കൂണും മിൽക്കി മഷ്റൂം എന്ന് പറയുന്നത് കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നെ കൂൺ ഷെഡിലോട്ട് നമ്മൾ വരുമ്പോൾ അതിലെപ്പോഴും നമ്മളൊരു തണുപ്പ് നമ്മൾ നിലനിർത്തിയിട്ടുണ്ടാവണം, ഹ്യൂമിഡിറ്റി. നമ്മുടെ പുറത്ത് വെയിലാണെങ്കിലും നമ്മളുടെ റൂമിന് നമ്മൾ കൂൺ കൃഷി ചെയ്യുന്ന ആ സ്ഥലത്ത് ഒരു തണുപ്പ് എപ്പോഴും ഉണ്ടാവണം. എങ്കിലേ നമ്മളുടെ കൂണുകൾ ഇങ്ങനെ മുളച്ചു വരുള്ളൂ. അപ്പോൾ അങ്ങനെ ചൂടാണെങ്കിൽ നമ്മളുടെ മഷ്റൂംസ് ഒക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മുടെ കൂൺ ഷെഡിന്റെ അകത്ത് ചെറിയൊരു തണുപ്പ് നമ്മൾ നിലനിർത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാക്ക് നനച്ച് വെക്കാം, അല്ലെങ്കിൽ കളിമണ്ണിന്റെ ചട്ടി ഉണ്ടല്ലോ, മൺചട്ടി ഉണ്ടല്ലോ, അതിൽ വെള്ളം നിറച്ച് വെക്കാം, ഫ്രിഡ്ജിൽ ഐസ് വെച്ച് വെക്കാം, അങ്ങനെയൊക്കെ. അപ്പൊ ഷെഡ് ആദ്യം ചെയ്തതിന് ശേഷം ഷെഡ് നമ്മൾ എങ്ങനെ ഒരുക്കാന്ന് വെച്ചാൽ, നമ്മൾ ഷീറ്റൊക്കെ കെട്ടി പ്രാണികളൊന്നും കയറാത്ത രീതിയിൽ നമ്മൾ ഒരു റൂമായി, ഓക്കെ, കൂൺ ഷെഡിന് ഒരു കൂൺ പെരയായി, കൂണിന് വളരാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കൂൺ പെരയായി. അപ്പൊ കൂൺ പെരയുടെ അകത്ത് നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് പുകയ്ക്കണം. ഒന്നില്ലെങ്കിൽ നമുക്ക് കെമിക്കൽ വെച്ച് പോകാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ചിരട്ടയിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഫോർമാലിൻ ഒഴിക്കുക. അപ്പൊ തന്നെ മുറി അടച്ച് നമ്മൾ പോവുക. ഒരു 24 മണിക്കൂർ ആ പുക അതിനകത്ത് നിന്ന് തന്നെ അതിന് ശേഷം മാത്രം നമുക്ക് ബെഡ് പിറ്റേ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ബെഡുകൾ കൊണ്ടുവന്ന് വെക്കാം. കാരണം അതിലെ ചെറിയ ചെറിയ പ്രാണികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെ വെച്ച് നമ്മൾ പുകയ്ക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് പുകയ്ക്കാം. കുന്തിരിക്കം വെച്ച് നമുക്ക് പുകയ്ക്കാം. കുന്തിരിക്കം വെച്ച് നല്ല രീതിയിൽ റൂമിൽ പുകച്ചു കഴിഞ്ഞാൽ പ്രാണികൾ ഉണ്ടാവില്ല. എന്നാലും നമ്മൾ മറ്റേ പൊട്ടാസ്യം വെച്ച് പുകയ്ക്കുന്ന അത്രയും ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. 2-3 തവണ കഴിയുമ്പോൾ പിന്നെയും പ്രാണികൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ പ്രാണികൾ വരുമ്പോൾ കൂൺമുട്ടുകൾ ഉള്ള സമയത്ത് പുകയ്ക്കരുത്. കൂണെല്ലാം പറിച്ച മുട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നീട് നമുക്ക് ബെഡുകളുള്ള സമയത്താണ് കുന്തിരിക്കം വെച്ച് പുകയ്ക്കാം. പിന്നീട് ബെഡുകൾ വെച്ചതിന് ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫോർമാലിനും ഒഴിച്ച് നമ്മൾ റൂമിനകത്ത് പുകയ്ക്കാൻ പാടില്ല. പിന്നീട് പ്രാണികളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുന്തിരിക്കം വെച്ച് പുകയ്ക്കാം. അതും കൂൺമുട്ടുകൾ ഇല്ലാത്ത സമയത്തായിരിക്കണം പുകയ്ക്കേണ്ടത്. അപ്പോൾ എന്താണ് പുകയ്ക്കുന്ന സംഭവം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ബെഡുകൾ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ബെഡ് സ്റ്റെറിലൈസ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ മറ്റുള്ള വീഡിയോസിലുണ്ട്. ചെറിയ ചെറിയ സംശയങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ. സ്റ്റെറിലൈസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് കറക്റ്റ് പരുവത്തിന് നമ്മൾ നമ്മളുടെ വൈക്കോല് നല്ല രീതിയിൽ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ബെഡ് കെട്ടേണ്ടത്. ബെഡ് കെട്ടി 15 ദിവസം വരെയും നമ്മൾ ഇരുട്ടുമുറിയിൽ വെക്കാം. ഇരുട്ടുമുറി വേണ്ടാന്ന് പറയുന്നവരും ഇരുട്ടുമുറി വേണം എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോ ഇരുട്ടുമുറി ഉണ്ടെങ്കിൽ നമ്മളുടെ കൂൺ ബെഡിനുള്ള മൈസീലിയം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് പടരും. എല്ലാ ബെഡിലും മൊത്തത്തിലാവും. ഇരുട്ടുണ്ടെങ്കിൽ മൈസീലിയം പെട്ടെന്ന് എല്ലാ ബെഡിലോട്ടും വേഗം പടരും എന്നുള്ളതൊന്നും കൊണ്ടാണ് ഇരുട്ടുമുറി വേണം എന്ന് പറയുന്നത് കേട്ടോ. അതേസമയം നമ്മൾ വെളിച്ചത്ത് വെച്ചാൽ അതിന് കുറച്ച് സമയം എടുക്കും. മൈസീലിയം പടരാനും കൂൺമുട്ടുകൾ ഉണ്ടാവാനും എല്ലാത്തിനും കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ഇരുട്ടുമുറിയിൽ 15 ദിവസം വെക്കുന്നത്. 15 ദിവസം വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ കീറലുകൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് നല്ല വായുസഞ്ചാരമുള്ള നമ്മളുടെ റൂമിൽ കൊണ്ടുവന്ന് വെക്കാം. അവിടെയാണ് നമുക്ക് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ വേണ്ടത് കേട്ടോ. കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നമുക്ക് വെള്ളം നനച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട്. സ്പ്രേ ചെയ്യുമ്പോൾ ഒത്തിരി വെള്ളം ബെഡിൽ വീഴാത്ത രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിലുണ്ടാവുന്ന ഓരോരോ രോഗങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ പുഴുശല്യം ഉണ്ടാവും, പ്രാണിശല്യം ഉണ്ടാവും, ട്രൈക്കോഡർമ ഉണ്ടാവും, മഷിക്കൂണുകൾ ഉണ്ടാവും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് ഒരു ചെറിയ രീതിയിൽ കണ്ടാൽ പോലും അപ്പൊ തന്നെ നമ്മൾ എടുക്കേണ്ട ട്രീറ്റ്മെന്റുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം. ഓറഞ്ച് കളറിലെ പുഴു, വെള്ള കളറിലെ പുഴു ഉണ്ടാവും. അതിൽ ഈ ഓറഞ്ച് കളറിലെ പുഴു എന്ന് പറയുന്നത് ഞാൻ എല്ലാ കാര്യവും വേഗം ഞാൻ ഒറ്റ വീഡിയോയിൽ അങ്ങ് പറഞ്ഞ് തീർക്കാണ്. കാരണം ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിങ്ങനെ വിളിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ച് കളറിലെ പുഴു നമ്മളുടെ ബെഡിൽ ഒത്തിരി വെള്ളത്തിന്റെ അംശം കൂടുതലായതുകൊണ്ടാണ് ഓറഞ്ച് കളറിലെ പുഴു വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു 2 ദിവസം സ്പ്രേ ചെയ്യണ്ട. പുഴുവിന്റെ ശല്യം കണ്ടു കഴിഞ്ഞാൽ 2 ദിവസം സ്പ്രേ ചെയ്യണ്ട. അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ മറ്റുള്ള ബെഡിലോട്ടും കൂടി പുഴു ശല്യം കൂടും. പിന്നെ പ്രാണിശല്യം ഉള്ളത് കൊണ്ടാണ് വെള്ള കളറിലെ പുഴു വരുന്നത്. ഒത്തിരി പ്രാണികൾ വരുമ്പോഴാണ് പിന്നീട് വെള്ള കളറിലെ പുഴു വരുന്നത്.
സ്റ്റെറിലൈസേഷൻ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ വക കാര്യങ്ങളൊന്നും നമുക്ക് ബെഡുകളിലേക്ക് വരില്ല കേട്ടോ. മഷിക്കൂണ് എല്ലാം നമ്മുടെ സ്റ്റെറിലൈസേഷന് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. സ്റ്റെറിലൈസേഷൻ ശരിയല്ലാത്ത വശം നമുക്ക് ബെഡുകളിലൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ ഓരോരോ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ കൂൺ ബെഡ് കെട്ടി നമ്മൾ 15 ദിവസം കഴിഞ്ഞ് വെള്ളം സ്പ്രേ ചെയ്തൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് മഷ്റൂം ആയി തുടങ്ങി, പയ്യെ രീതിയിൽ മുട്ട് വന്നു. 2ാമത്തെ ദിവസം സ്പ്രേ ചെയ്ത് കൊടുത്തു. 3ാമത്തെ ദിവസം നമ്മളത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായി. ഒത്തിരി അങ്ങ് വിരിഞ്ഞ് ആ ഒരു കീറൽ വരുന്ന വരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണ്ട. 3ന്റെ അന്ന് നമുക്ക് മഷ്റൂം ഹാർവെസ്റ്റ് ചെയ്യാം. ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യണം? പ്രാണികളൊന്നും ഇല്ല, അതിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കി അതിനെ നമ്മൾ മാറ്റി ഒരു നല്ലൊരു കവറിലിട്ട് ഒരിത്തിരി നേരം കെട്ടിവെക്കാം. പ്രാണികൾ ഉണ്ടെങ്കിൽ ആ പ്രാണികൾ ആ കവറിലോട്ട് വന്ന് മഷ്റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് പ്രാണികൾ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. ഒരു കവറിലിട്ട് കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ ആ പ്രാണികളൊക്കെ അതിൽ നിന്ന് മാറി ചത്തുപോകും. അത് പ്രാണികളുള്ള മഷ്റൂമിലാണ് അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. പിന്നെ നമ്മൾ പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ കടകളിലാണ് കൊടുക്കേണ്ടത്. നമ്മൾക്ക് ഒത്തിരി നമ്മുടെ വീട്ടാവശ്യത്തിനല്ലാണ്ട് നമ്മൾ കടകളിലാണ് നമ്മൾ കൂൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീടിനകത്ത് ഒരു കുഞ്ഞു മുറിയിലാണ് നമ്മൾ കൂൺ കൃഷി ചെയ്യാൻ പോകുന്നത് എന്നുള്ളവരെ കടകളിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ FSSAIയുടെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവണം. ആ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതില്ലാത്ത പക്ഷം നമ്മളെ ഒരുപാട് സ്നേഹമുള്ള ആരെങ്കിലും പോയി പരാതി കൊടുത്താല് നമ്മള് പൈസ ആയിട്ട് നമ്മൾ ഒരു തുക നമ്മൾ പോലീസിനോ അങ്ങനെ കോടതിയിലോ ഒക്കെ നമ്മൾ നടക്കേണ്ടി വരും. അതൊന്നും വേണ്ട. നമ്മൾ വീടിനകത്ത് 12 ലക്ഷത്തിനും താഴെയാണ് നമ്മളുടെ വിറ്റുവരവെങ്കിൽ FSSAI രജിസ്ട്രേഷൻ എടുത്താൽ മതി. അത് അക്ഷയയിൽ ചെന്നാൽ നമ്മളുടെ ഒരു ഫോട്ടോ ആധാർ കാർഡും കൊണ്ട് ചെന്നാൽ അവർ ആ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ തരുന്നതാണ് കേട്ടോ. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് നമ്മളുടെ വീടുകളിലും കടകളിലൊക്കെ കൊടുക്കാൻ പറ്റും. അതേസമയം നമ്മൾ സീല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പാക്കർ ലൈസൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. പാക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആണ് പാക്കർ ലൈസൻസ്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയകളിലൊക്കെ ചെന്ന് ചോദിച്ചാൽ ഓരോ സ്ഥലത്തും ഓരോ രീതികളായിരിക്കാം. അക്ഷയയിൽ ചെന്ന് ചോദിച്ചാൽ നമുക്ക് അവർ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ചെന്ന് അക്ഷയയിൽ ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പാക്കർ ലൈസൻസ് ഒത്തിരി രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ മെഡിക്കൽ എടുക്കണം, വെള്ളത്തിന്റെ ടെസ്റ്റ് എടുക്കണം, ആ രീതിയിലൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കടകളിൽ കൊടുത്തു. ഒരു 3 ദിവസം മാത്രമേ നമ്മളുടെ ചിപ്പിക്കൂണിന് ആയുസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ചിലപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ പോലും വെള്ളം കൂടുതലാണെങ്കിൽ നമ്മളുടെ ചിപ്പിക്കൂൺ ഇങ്ങനെ അലുത്തിരിക്കുന്ന മാതിരി തോന്നും. അത് നമ്മൾ കൊടുക്കണ്ട, കടകളിലും കൊടുക്കണ്ട, അത് നമുക്ക് കളയാട്ടോ. അപ്പൊ നമുക്ക് ഒരു ബെഡിന് ഏകദേശം 1 കിലോ അല്ലെങ്കിൽ 800 ഗ്രാമോളം ചിപ്പിക്കൂണുകൾ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഒരു ബെഡിൽ ചെലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് എത്ര രൂപയാണെന്ന് ഞാൻ പറയാം. നമ്മൾ ഒരു പാക്കറ്റ് വിത്ത് വാങ്ങുന്നത് 50 രൂപയ്ക്കാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെ 50 രൂപയ്ക്കാണ്. ഒരു റോള് വൈക്കോലാണ് നമ്മൾ വാങ്ങേണ്ടത്. അതായത് നമ്മളിപ്പോ വീട്ടിലത്തേക്ക് കുറച്ച് ആവശ്യത്തിനാണ് എങ്കിൽ പോലും ഞങ്ങളുടെ ഇവിടെ ഒരു റോളാണ് കിട്ടാനുള്ളത്. ആ ഒരു റോളിൽ ഞാൻ ഒരു 50-60 ബെഡോളം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവർക്ക് പെല്ലറ്റ് ചെയ്യണം, പിന്നെ ചകിരിച്ചോറി ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അവർക്ക് അവിടെ ഒന്നും കിട്ടാനില്ല. എന്താണ് നമ്മുടെ സോഡസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ വൈക്കോലോ കിട്ടാനില്ല. പെല്ലറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വിലക്കുറവിന് കിട്ടുന്ന പെല്ലറ്റോ അത് പെല്ലറ്റുകൾ വിൽക്കുന്നവരോട് 25 കിലോ പെല്ലറ്റിന് 800 രൂപയോ അങ്ങനെ എന്തുവാണ് ആവുന്നത്. അതല്ലാണ്ട് നമ്മുടെ ചകിരിച്ചോറിനാണെങ്കിൽ 1 കിലോന് 50 രൂപയാണ് ചകിരിച്ചോറിനാവുന്നത്. എന്ത് വെച്ച് നോക്കിയാലും നമ്മളുടെ അറക്കപ്പൊടിയും വൈക്കോലും വെച്ച് ചെയ്യുന്നതാണ് ഇത്തിരി കൂടി ലാഭമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു റോള് വൈക്കോല് വാങ്ങിച്ചാല് നമുക്ക് 60 ബെഡോളം ചെയ്യാം. ഒരു 380 രൂപയെ നമ്മുടെ ഒരു റോള് വൈക്കോലിന് ആവുന്നുള്ളൂ. പിന്നെ 60 ബെഡ് ചെയ്യാനുള്ള
വിത്തും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ആൾക്കാർ ഒരു 5-10 ബെഡിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അതിന്റെ രോഗങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ. അല്ലാണ്ട് എടുത്തോ പിടിച്ചോന്നും പറയേണ്ട ഒരു 50 ബെഡോളം നമ്മൾ ചെയ്ത് വെച്ചാല് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ ശരിയല്ല, അതിന്റെ നനവ് ശരിയല്ല, ബെഡുകൾ കേടാവാൻ തുടങ്ങും. പിന്നെ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബെഡുകളിൽ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ എൻ്റെ ഒരു അഭിപ്രായത്തില് അറക്കപ്പൊടിയിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളുടെ വൈക്കോലിൽ ചെയ്യുന്നതുമാണ് ഇത്തിരി ലാഭമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് വിത്ത് വേണം, നമുക്ക് പെല്ലറ്റ് വേണം എന്ന് പറയുമ്പോൾ പെല്ലറ്റ് എളുപ്പമാണല്ലോ എന്ന് വിചാരിക്കും നമ്മൾ. നേരാണ്, പെല്ലറ്റ് എളുപ്പമാണ്. തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് കിറ്റിലിട്ട് ഒന്ന് ആക്കിയാൽ പെല്ലറ്റായി, നമ്മളുടെ ബെഡായി. കഷ്ടപ്പാടില്ല. പക്ഷെ നമ്മൾ ഒത്തിരി പൈസ ചെലവാക്കണം എന്നുള്ളത് അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഒത്തിരി പൈസ ചെലവാക്കി നമ്മൾ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 5 ബെഡെങ്കിൽ 5 ബെഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്ത് ആ വൈക്കോലിന്റെ നനവ് മനസ്സിലാക്കി ഒക്കെ ചെയ്ത് വരുമ്പോൾ പിന്നീട് നമുക്കത് തുടർച്ചയായിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോവാനായിട്ട് പറ്റും. അതല്ലാണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു എമൗണ്ട് ചെലവാക്കി അത് നമുക്ക് ശരിയായില്ല എന്നാണെങ്കിൽ നമ്മളത് അവിടെ വെച്ച് നിർത്തും. പിന്നെ നമ്മൾ കൂൺ കൃഷി ചെയ്യില്ല. അത് ഉറപ്പായ കാര്യമാണ്. നമുക്കത് ശരിയായില്ല എന്നാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്തും. മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈക്കോലില് തന്നെ കൂൺ കൃഷി ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇനി എങ്ങനെയാണ് ഉറി കെട്ടുന്നത്? ഉറി കെട്ടുന്നത് എന്നുള്ളത് ഒരമ്മയുടെ ഒരു സംശയമാണ്. ആ അമ്മക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഉറി കെട്ടുന്നതെന്ന് ഞാൻ കാട്ടിത്തരാം. അപ്പൊ നമ്മൾ ഉറി കെട്ടാൻ പോവാണ് ട്ടോ. എങ്ങനെയാണ് നമ്മുടെ കൂൺ ബെഡ് വെക്കേണ്ട ഉറി കെട്ടുന്നത് എന്നുള്ള സംശയങ്ങൾ തീർത്തു തന്നേക്കാട്ടോ. ഇതാണ് നമ്മളുടെ കൂൺ ബെഡ് കെട്ടി തൂക്കാനുള്ള വള്ളി എന്ന് പറഞ്ഞാല്. കണ്ടോ, ഏറ്റവും ചെറിയ വള്ളിയല്ല, ഇത്തിരിയും കൂടി വണ്ണമുണ്ട് ഈ വള്ളിക്ക് കേട്ടോ. കണ്ടോ, ഇച്ചിരിയും കൂടി വണ്ണമുള്ള ഒരു വള്ളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. റോപ്പ് അല്ലെ, റോപ്പ് എന്നല്ലേ ഇതിന് പറയുന്നത്. അപ്പൊ ഇത് റോളായിട്ട് ഇത്തിരി ഒരു 10-50 ബെഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് ഒരു റോളായിട്ട് വാങ്ങുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. അത് നമ്മള് ഈ ഭാഗം കുറച്ചങ്ങ് നീട്ടിയിട്ടേക്കാം. കാരണം എന്താണെന്നോ, നമ്മൾ എവിടെയാണോ നമ്മൾ തൂക്കിയിടുന്നത് അതിങ്ങനെ ആ ഒരു കോലിൽ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടി എടുക്കാം. മുകളിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു കെട്ടിട്ട് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ഒരു കെട്ടിട്ട് വെക്കാം. പിന്നീട് അവസാനം നമുക്കത് അഴിച്ചിട്ട് നമുക്ക് മുകളിൽ ആ വള്ളിയിൽ കെട്ടി വെക്കാലോ. പിന്നെ ഞാൻ എൻ്റെ ബെഡിന്റെ ഒരു അളവനുസരിച്ച് ഞാൻ ഏകദേശം ബെഡുകൾക്ക് ഇത്തിരി സ്പേസ് കൊടുക്കാം എന്നുള്ളൊരു ധാരണ ഉള്ള വ്യക്തിയാണ്. കാരണം എൻ്റെ മഷ്റൂംസ് ചിലത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടാൽ പോലും അതിൻ്റെ ഉള്ളിൽ കൂടി മുളച്ചു വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്തിരി സ്പേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഏകദേശം ഒരു 30 സെന്റിമീറ്ററിന്റെ സ്കെയിലിന്റെ അളവുണ്ടല്ലോ, അതിനേക്കാളും കുറച്ചും കൂടി നീട്ടത്തിൽ കണ്ടോ, ഇത്രയും ഒരു നീട്ടത്തിൽ എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആട്ടിത്തരാം. ഉറി കെട്ടാൻ അറിയാത്ത ഒരമ്മക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പൊ നമ്മൾ തൂക്കിയിട്ടേ. അപ്പൊ ഇത് നമ്മുടെ കൂൺ ഷെഡിൽ ഇങ്ങനെ നമ്മൾ വള്ളി കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കൂൺ ഷെഡിൽ പോയി നിന്ന് വീഡിയോ എടുക്കണ്ട, അവിടെ ഇതിനുള്ള ലൈറ്റ് ഇല്ല, ഇത്രയും വെട്ടം നമുക്ക് കിട്ടാനില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നത് കേട്ടാ. അപ്പോൾ നമ്മളുടെ ആ ഒരു ലെങ്ത് അനുസരിച്ച് നമ്മുടെ കൂൺ ഷെഡ് എത്ര ഹൈറ്റ് ആണോ അത്രയും അനുസരിച്ച് നമ്മളിങ്ങനെ വള്ളി കട്ട് ചെയ്ത് എടുക്കുക. 3 വള്ളിയോ 4 വള്ളിയോ എടുക്കാം കേട്ടോ. ഞാൻ 3 എടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്കൊരു ലെങ്ത് ഒരു 30 സെന്റിമീറ്റർ അളവിന് നമുക്കൊരു നീട്ടത്തില് പിടിച്ചതിന് ശേഷം ഇതേമാതിരി ഒരു കെട്ടിട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ 3 വള്ളിയിലും കറക്റ്റ് ആയിട്ട് ഇതേമാതിരിയിലത്തെ കെട്ട് അതെങ്ങനെ എടുക്കാം, സാധാരണ ഒരു വള്ളിയിൽ കെട്ടിടുന്ന മാതിരി ആ കറക്റ്റ് അളവിന് തന്നെ വെച്ചിട്ട് ഇതേമാതിരി ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കാം. കണ്ടോ, എന്നിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് എല്ലാ കെട്ടും ഒരേ അളവിൽ വരുന്ന രീതിയിൽ വെക്കണം കേട്ടോ. അത് ലൂസാക്കിയും ടൈറ്റാക്കി എടുക്കുമ്പോൾ അത് ഒരേ അളവിൽ ഇങ്ങനെ വന്നോളൂ. വേണ്ട വേണ്ട അതേമാതിരി ഈ വള്ളിയും കൂടി നമുക്ക് ആ ഒരു കറക്റ്റ് അളവിന് എടുക്കാം. കണ്ടോ, ഇങ്ങനെ 3 വള്ളികൾ നമ്മൾ കറക്റ്റ് ആയിട്ട്
ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? അടുത്ത ഇനി എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാല് ഈ വണ്ണുള്ള റോപ്പിന്റെ ഏറ്റവും വണ്ണം കുറഞ്ഞ റോപ്പ് വാങ്ങാൻ കിട്ടും. ഒന്നില്ലെങ്കിൽ അത്, അല്ലെങ്കിൽ ഇതാ ഇതിന്റെ വണ്ണുള്ളത്. എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളൂ കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട്. ഈ ഒരു റോപ്പ്. പിന്നെ നമ്മുടെ പഴയ ബെഡ് പറഞ്ഞാൽ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് വന്നാട്ടോ. അപ്പൊ ഈ ബെഡ് ഇപ്പൊ നമ്മളൊരു ബെഡ് നമുക്ക് കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ ബെഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ഈ വള്ളി നമ്മൾ മുറിച്ചെടുക്കുകയാണ്. അപ്പോ ഈ ബെഡിനെ നമ്മൾ ഇതിൽ വെക്കുമ്പോൾ ഒത്തിരി അങ്ങ് ടൈറ്റ് ആയും പോണ്ട, ഒത്തിരി അങ്ങ് ലൂസായും പോണ്ട. ആ രീതിയിലാണെങ്കിൽ ഈ രീതിയിൽ നമ്മളൊന്ന് അളന്നെടുക്കാം. ബാക്കി എല്ലാ ബെഡും ഇതേ അളവ് തന്നെ ആയിരിക്കുമല്ലോ. നമ്മുടെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്യാപ്പും കൂടി ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് ഇവിടെ വെച്ച് മുറിച്ചെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ മുറിച്ചെടുത്തിട്ട്, അപ്പൊ നമ്മളുടെ ബാക്കി എല്ലാ വള്ളിയും ഈ ഒരു ലെങ്ത്തിന് നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഇത് ഈ ഒരു വള്ളി നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിക്കുക. കണ്ടോ? ഈ ഒരു വള്ളി ഇങ്ങനെ തിരിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ അതിന്റെ ഇടയിൽ കൂടി എടുക്കുക. ഇതാണ് ഉറി കെട്ടുന്നത്. ഞാൻ ഉറി കെട്ടുന്ന രീതി ഇതാണ് കേട്ടോ. അല്ലാണ്ട് ചിലവര് ഇതെല്ലാരും കൂടി ഒത്തുപിടിച്ച് ഇതിങ്ങനെ ഒരു കെട്ട് കിട്ടും. പക്ഷെ അത് ഒത്തിരി സ്പേസ് നമുക്ക് നഷ്ടമാവുകയാണ്. ബെഡുകൾ ടൈറ്റ് ആയിട്ട് പോവും. അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇതാണ്. കുറച്ചും കൂടി അല്ല, ഏറ്റവും നല്ലത് ഈ ഒരു രീതിയിൽ ഉറി കെട്ടിയിട്ട് നമ്മുടെ ബെഡ് കെട്ടി വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയേട്ടാ. അപ്പൊ നമ്മള് ഇത് ചെയ്യുമ്പോൾ മുകളില് കുറുകി കിടക്കുന്നല്ലോ എന്ന് നോക്കിയിട്ട് വേണം കെട്ടാൻ കേട്ടോ. കുറുകി കിടന്നാല് പിന്നെ ബെഡ് വെക്കാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ. അങ്ങനെ രണ്ടാമത്തേലും ഇട്ടു, മൂന്നാമത്തേലും ഇടാം. മൂന്നാമത്തേലും ഇട്ടു. കണ്ടോ? ഇങ്ങനെ നമ്മള് മൂന്നെണ്ണത്തിലും വെച്ചതിന് ശേഷം ഈ രണ്ടറ്റം ഉണ്ടല്ലോ, ഈ രണ്ടറ്റം നമുക്കിവിടെ നമ്മളുടെ ഒരു അളവുണ്ടായിരുന്നല്ലോ, ആ ഒരു അളവിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതാണ് നമ്മുടെ ഒരു ഉറിയുടെ അളവെന്ന് പറഞ്ഞാല്. കണ്ട, ഒത്തിരി ലൂസായിപ്പോയി, ടൈറ്റ് ആയിട്ട് ഇത്തിരി പുറകോട്ടാക്കി വെക്കാം. ഇതാണ് ഇപ്പൊ നമ്മുടെ ബെഡിന്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഈ ബെഡ് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പൊ നമ്മുടെ ബെഡ് മുകൾ ഭാഗം ആയാലും താഴ്ഭാഗം ആയാലും കണ്ടോ, അങ്ങ് ടൈറ്റ് ആയിട്ട് നിൽക്കില്ല. ഞാനിപ്പോ ഇതൊരു അഴയിലാണ് കെട്ടി വെച്ചേക്കുന്നത് ഗൈസ്. കണ്ട അപ്പൊ നമ്മുടെ ഈ ഒരു ബെഡ് കണ്ട കറക്റ്റ് ആ ഒരു ഇതിൽ നിന്നോളും. അത് അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല. കണ്ടോ? ആ ഒരു രീതിയിൽ ഈ മൂന്ന് ഭാഗത്തേക്കും ഇത് വലിച്ചു വെച്ച് നമ്മൾ കറക്റ്റ് ആക്കി വെച്ചാല് നമ്മളുടെ ബെഡ് കറക്റ്റ് ആയിട്ട് നിന്നോളും. കണ്ടോ? ഇനി ഇതിൽ ഏത് രീതിയിൽ നമ്മൾ സർക്കസ് ചെയ്താലും ഈ ബെഡ് താഴത്ത് വീഴത്തില്ല. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഉറി എന്ന് പറഞ്ഞാല്. ഇതാണ് നമ്മുടെ കൂൺ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഉറി. അല്ലാണ്ട് ഇതിന് സെപ്പറേറ്റ് ഒരു ഉറി നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. വെറുതെ എന്തിന് പൈസ കളയണേ? അപ്പൊ ഈ ഒരു 3 വള്ളി ഉണ്ടെങ്കിൽ ഈ ഒരു 3 റോപ്പ് കറക്റ്റ് അളവിന് എടുത്തിട്ട് ഈ രീതിയിൽ ചെയ്ത് വെച്ചാല് നമ്മളുടെ കൂൺ ബെഡ് കെട്ടിത്തൂക്കി ഇടാനായിട്ടുള്ള ഉറി ആയിട്ടാ. അപ്പൊ ഇതാണ് ഉറി. നമ്മളുടെ വീഡിയോ കണ്ട് വിളിച്ച ആ അമ്മക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതാണ് ഉറി, ശരിക്കുള്ള ഉറി. അപ്പൊ നമ്മള് ഉറി കെട്ടി കഴിഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഏകദേശം നമ്മുടെ കൂൺ കൃഷിനെ കുറിച്ച്. A to Z എന്ന് പറഞ്ഞാൽ ഇത്രേ കാര്യങ്ങളുള്ളൂ. പിന്നെ ഇവരെ നമ്മൾ രാവിലെയും വൈകുന്നേരം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം, തറയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം. ഒരു എക്സോസിസ്റ്റ് ഫാൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ബൈ.